മഹാത്മാഗാന്ധി ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി. 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുമെന്നും കേന്ദ്രം വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം, ഈ പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ വലിയ ബഹളമുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലാണ്. 2 മണിവരെ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. എന്താണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉയർത്തിയത്? പൂജ, പ്രതിപക്ഷ ബഹളത്തിനെതിരെ ശക്തമായ പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ VBG റാംജി ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, മഹാത്മാഗാന്ധി തങ്ങളുടെ മനസ്സിലുണ്ട്, മഹാത്മാഗാന്ധിയുടെ പേര് നീക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ ബില്ല് യാഥാർത്ഥ്യമാകുമ്പോൾ നിലവിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പ് ലഭിക്കുന്നത്. പക്ഷേ 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് ലഭിക്കുമെന്നാണ് ഈ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ബില്ല് അവതരണത്തെ അതിശക്തമായിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ എതിർത്തത്. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, NK പ്രേമേന്ദ്രൻ തുടങ്ങി പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ബില്ല് അവതരണത്തെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. ഈ എതിർപ്പ് പ്രധാനമായും 2 വിഷയങ്ങളിലായിരുന്നു ഈ പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഈ നിയമത്തിൽ, ഈ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നതിനെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി എതിർത്തു. ഈ ചരിത്രം ശിവരാജ് സിംഗ് ചൌഹാനെ വിലയിരുത്തുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയ മന്ത്രി എന്ന തലത്തിലായിരിക്കുമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായിട്ടാണ് ഈ പേര് മാറ്റത്തെ എതിർത്തത്. പേര് മാറ്റുന്നത് എന്തിനാണ്, മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നത് എന്തിനാണെന്ന് സർക്കാർ വിശദീകരിക്കണമെന്നായിരുന്നു NK പ്രേമേന്ദ്രൻ ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷം എന്ന് ഉയർത്തിയത്.